Hello, Assalamu alaikum all. This is Zain Muhammad. QIB, ഖുർആൻ ഇൻസ്പയർഡ് ബിസിനസ്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഖുർആനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബിസിനസ്. ഖുർആൻ ഒരു മനുഷ്യൻ്റെ ഗൈഡ് ലൈനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. അത് ബിസിനസ്സായിക്കോട്ടെ, അതുപോലെ തന്നെ ജോലി ആയിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റുകൾ ഖുർആനിൽ ഗൈഡ് ലൈൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പഠനം നടത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് അത് വളരെ ഇൻസ്പയർഡായി. ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ജീവിതത്തിൽ ഒന്ന് പ്രാക്ടിക്കലാക്കുകയും പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് എഴുതി കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ജനങ്ങളിലേക്കത് റീച്ചാവുകയും അവർ നമ്മളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുടെ ആശയങ്ങളും അവരുടെ ഇതിൻ്റെ സ്നേഹവും നമ്മൾ അറിയിക്കുകയും ചെയ്തപ്പോൾ ഒരു പരമ്പരയായി ഇത് സംസാരിക്കാം എന്ന് ഒരു സജഷൻ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു നന്മയായിട്ടാണ് കാണുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് ഇത് അല്ലാഹു വിജയിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സത്യസന്ധനായ ഒരു കച്ചവടക്കാരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ പോകുന്ന ഓഫർ നാളെ മാശറയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, നബിമാരുടെ ദർജയിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുഴുവനും ജീവിച്ചിട്ട് അവൻ രക്ഷപ്പെടാൻ ഏറ്റവും ക്വാളിറ്റിയുള്ള 3 വിഭാഗക്കാരിലാണ് കച്ചവടക്കാർ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം സൗഭാഗ്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ആ സത്യസന്ധത? അപ്പോൾ നമ്മളിന്ന് പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സംഭവമാണ്, ബിസിനസ്സൊക്കെ വിജയിക്കണമെങ്കിൽ ചെറുതായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തണം, അല്ലെങ്കിൽ 100% സ്ട്രൈറ്റ് വഴിയിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് വിജയിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുന്ന. അപ്പോൾ ഇത് ഹദീസിൻ്റെയും ഖുർആൻ്റെയും വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു കോൺഫ്ലിക്റ്റാണ്. സോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കുറേശ്ശെ പഠിച്ചു വന്നപ്പോൾ അൽഹംദുലില്ലാഹ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു വിഷയമാണെന്നും ഇത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ട വിഷയമാണെന്നും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ഖുർആൻ പഠിക്കുന്നത് സ്കോളേഴ്സിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. സാധാരണക്കാരിൽ നിന്നും ഖുർആൻ പഠിക്കണോ, അത് അവരാണോ ഖുർആൻ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊക്കെ ഒരു തെറ്റിദ്ധാരണയിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിൽ നുബുവത്ത് കിട്ടുമ്പോൾ ഈ ഖുർആൻ്റെ ആദ്യ വചനം പ്രവാചകനിലേക്ക് എത്തുമ്പോൾ, ഇഖ്റ എന്ന് പറയുന്ന ആദ്യ വചനം എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് പറയുന്നത് എനിക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ടത് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു നിരക്ഷരനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഹിക്മത്ത് അത് ഈ ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ അതിലുണ്ട്. മീൻസ് അള്ളാഹുവിൻ്റെ കലാമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. മനുഷ്യന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് സൂറത്തുൽ അസ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ അസ്ർ, ഈ കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിയായിരുന്നു. കാരണം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ട് നേരെ സ്വർഗത്തിലേക്കാണ് അയച്ചത്. അവിടെ ഒരുപാട് വിശാലമായ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഒരു കാര്യത്തെ മാത്രമാണ് അള്ളാഹു വിലക്ക് കൽപ്പിച്ചത്. ഒരു വാണിംഗും കൊടുത്തു അവിടെ ശൈത്താൻ. എന്നാൽ നിർഭാഗ്യവശാൽ, ഞാനങ്ങനെ എൻ്റെ നാടൻ ഭാഷയിലാണ് പറയണത്, അവിടെ
ആദം നബി അലൈഹി സ്വലാമിന് മിസ്റ്റേക്ക് സംഭവിക്കാനുണ്ടായത്, ഹവ്വ ദമ്പതികൾക്ക്. അതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന അത് ഒരു നഷ്ടക്കച്ചവടമാണ്. അപ്പോൾ മനുഷ്യൻ നഷ്ടത്തിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിക്കാൻ ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കും തോറും നമ്മൾക്ക് അത് ഈ ഭൂമിയിൽ കച്ചവടം വിജയമുണ്ട്, നാളെ മാശറയിലെ അള്ളാഹു പറഞ്ഞ കച്ചവടം വിജയമുണ്ട്. സോ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കച്ചവടം നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് അന്ന് അവിടെ ആദം നബി അലൈഹി സ്വലാമിനും ഹവ്വാ ദമ്പതികളെയും പറ്റിച്ച അതേ ശൈത്താൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂലും ഇത്രത്തോളം കച്ചവടക്കാർക്ക് ഒരു ഓഫർ കൊടുക്കപ്പെട്ടിട്ട് ഈ തരത്തിൽ അഥവാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കച്ചവടം വിജയിക്കുള്ളൂ, 100% നേരാവണ്ണം പോയി കഴിഞ്ഞാൽ വിജയിക്കില്ല എന്ന് പറയുന്ന ശൈത്താൻ്റെ ആ വചനത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊരു പൊളിച്ചടക്കലാണ് QIB. 100% വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. 100%, യാതൊരു തർക്കവുമില്ല. കാരണം ഖുർആൻ ആരംഭിക്കുന്നത് ലാ റൈബ ഫീഹി എന്നാണ്. ഇതിലൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ്. അതായത് കച്ചവട വിജയത്തെപ്പറ്റി ഇതിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. എവിടെയൊക്കെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ റിസ്ക് വർദ്ധിപ്പിച്ച് തരാം. നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വഴിയിലൂടെ നിങ്ങൾക്ക് റിസ്ക് വർദ്ധിപ്പിക്കാം. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഒരിക്കലും തെറ്റിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവിക്കുന്ന ഖുർആനായിരുന്നു എന്നുള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്, ഡേ ടു ഡേ ലൈഫാണ്. ആക്ച്വലി ഖുർആൻ ഉടനീളം അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഒരു ലൈഫാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കച്ചവടം നമ്മൾ ലാഭം എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്രത്തോളം. ഡെവലപ്മെൻറ്റ്സ്, ഫെയിം എല്ലാതും നമ്മൾ കച്ചവടത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി ഇസ്ലാം കച്ചവടത്തെ വളരെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, പണം സമ്പാദിക്കലൊക്കെ ഒരു തെറ്റായ ഒരു പരിപാടിയാണ് എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അൽ അശറത്തുൽ മുബശ്ശിറയിൽ ഉള്ള ഒരു സഹാബി, അഥവാ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗം വാഗ്ദാനം നൽകിയ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ അള്ളാഹു വാഗ്ദാനം കൊടുത്ത ഈ 10 സഹാബികളിൽ ഒരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ QIB ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു ബിസിനസ് സിലബസൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അത്രത്തോളം കണ്ണിങ് ബിസിനസ്മാൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം പ്രവാചകൻ ജീവിച്ചിരിക്കെ അപ്പുറത്ത് ബിസിനസ് ചെയ്ത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വെൽത്ത് ബീറ്റ് ചെയ്യാൻ ഇന്നത്തെ ബിസിനസ് മാഗ്നറ്റ്സിന് പോലും പറ്റാത്തത്രയും ബിസിനസ് ലെവലിൽ വിജയിച്ചിട്ടുള്ള ഒരു സഹാബിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പായത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ചരിത്രം അതാണ് QIBയുടെ ഒരു കണക്ടിവിറ്റി. നമ്മൾ ചെറുതല്ല ആഗ്രഹിക്കുന്നത്, വലുത് തന്നെയാണ്. നമ്മൾ ചെറുതിനല്ല പ്രവർത്തിക്കുന്നത്, വലുതിന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മാർഗം നേരായ മാർഗമാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു രസമുള്ള കഥയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലേ കുടുംബ പശ്ചാത്തലം ബിസിനസ്സുകാരായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കപ്പെട്ടപ്പോൾ അന്നുണ്ടായ പ്രവാചകൻ്റെ സഹാബാക്കൾക്ക് അവിടുത്തെ മക്ക ഖുറൈശികൾ കുറച്ച് പ്രശ്നക്കാരായിരുന്നു. അവർ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. 2-3 വർഷത്തോളം അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പിന്നീടാണ് ഹിജ്റ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ആഹ്വാനം കൊടുക്കുന്നത്. ഹിജ്റ കൊടുത്തിട്ട് മദീനയിലേക്ക് എത്തിയപ്പോൾ അന്നത്തെ മദീനക്കാർ അൻസാരികൾ ഈ മക്കയിൽ നിന്ന് വന്ന സഹാബാക്കളെ സ്വീകരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളായിട്ട് സ്വീകരിക്കുന്നതോടുകൂടി ഓരോരുത്തരെയും
അൻസാരികൾ അവർ സഹോദരങ്ങളായിട്ട് സ്വീകരിക്കപ്പെട്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കിട്ടിയിട്ടുള്ള അൻസാരി അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുന്നു, നിങ്ങളെൻ്റെ സഹോദരനാണ്, അതുകൊണ്ട് ഞാനിവിടുത്തെ മദീനയിലൊരു റിച്ച് മാനാണ്, സോ ഐ എം റെഡി ടു ഗിവ്, എൻ്റെ സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുക ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ, ഞാൻ ഓൾറെഡി അതായത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഓൾറെഡി ഒരു കച്ചവടക്കാരനായിരുന്നു, റിച്ചായിരുന്നു, മുസ്ലിം ആയതിൻ്റെ കാരണം കൊണ്ട് കുറേ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരുന്നു, സ്വത്തൊക്കെ ഉപേക്ഷിച്ചു, എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കും കേട്ട് മദീനയിലെത്തി. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം സ്വാഭാവികമായിട്ടും, അള്ളാഹ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരണേ നടക്കാൻ. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടായിരിക്കാം ഇത് റബ്ബ് എനിക്ക് തന്നത് 50% തരാമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഓഫറാണല്ലോ, ഒരു വണ്ടറിങ് ആണത്. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അത് റിജക്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്നൊരു ആശംസയോട് കൂടിയിട്ട് അദ്ദേഹം അതിനെ റിജക്റ്റ് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് മാർക്കറ്റ് ഒന്ന് കാണിച്ചു തരും. എന്താണ് ആ ഒരു തിങ്കിങ്ങിൻ്റെ പിന്നിലുള്ള ചെയ്ത ഉപകാരം? തീർച്ചയായിട്ടും മാർക്കറ്റ് ഓപ്പണായി കിടക്കുകയാണ്. മാർക്കറ്റിലേക്ക് റിസ്ക് ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ്. ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെയാണ്. ഇതിൻ്റെ വിശാലത, ഈ അൻസാരിയുടെ 50% ചെറുതാണ്, ആക്രാന്തം കൊണ്ടല്ല, അള്ളാഹിൻ്റെ ഖജനാവ് വലുതാണ്, എന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് അള്ളാഹിൻ്റെ റസൂലാണ്. ഈ കോൺഫിഡൻസാണ് അദ്ദേഹത്തിൽ വർക്കായത്. ഈ ഖുർആൻ പൂർത്തീകരിക്കുന്ന, ഖുർആനിൽ ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവർ ചർച്ച ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാബാക്കളായിരുന്നു. എല്ലാ സഹാബാക്കൾക്കും ബിസിനസ്സിനോട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പല സഹാബാക്കളും ആ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ നമുക്ക് മോഡൽ ചെയ്യാൻ, നമ്മൾ ബിസിനസ്സുകാർക്ക് മോഡൽ ചെയ്യാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചരിത്രം ധാരാളമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ധാരാളമാണ്. ഇവരൊക്കെ വെരി വെരി റിച്ചസ്റ്റ് സഹാബാക്കളായിരുന്നു. സോ നമ്മുടെ മുന്നിൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൂതിനെയും അനുസരിക്കുന്നതിലൂടെ റിച്ചസ്റ്റ് അഥവാ വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കെ ശൈത്താൻ പറയുന്ന ആ വഴിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ ഇതിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ഇസ്രായിൽ, നിങ്ങൾ ചെയ്യുന്ന പണിയിൽ നിങ്ങൾക്ക് അറിവുണ്ടാവണം. നിങ്ങളുടെ കണ്ണും കാതും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടണമെന്ന്, അഥവാ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സെ പറ്റി കൃത്യമായി പഠിക്കണമെന്ന്, നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയെ പറ്റി നമ്മൾ കൃത്യമായി പഠിക്കണമെന്ന്. അതും ഒരു വിശ്വാസിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ ഒരു കച്ചവടം നടത്തുമ്പോൾ അപ്പുറത്തുള്ള ആളിനെയും കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ കോർ. അള്ളാഹുവിൻ്റെ ഖജനാവ് വളരെ വിശാലമാണ്, നമ്മളതിനെ നിസാരപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരു കച്ചവടം തീരുമാനമാവുന്നത് വരെ, എഗ്രിമെൻ്റ് ആവുന്നത് വരെ കച്ചവടത്തിൻ്റെ ബയ്യർക്കും സെല്ലർക്കും വേണ്ടാന്ന് വയ്ക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വേണമെന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പരസ്പരം അതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ, അതായത് എഗ്രിമെൻ്റ് ട്രാൻസ്പെറൻസി ആയി കഴിഞ്ഞാൽ, ചെറിയൊരു ഒരു ചായ ആണെങ്കിൽ പോലും, ഒരു ചായ 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ഒരു ചായ കുടിക്കുമ്പോൾ അതിലുള്ള കണ്ടൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ പറയുന്നു ട്രാൻസ്പെറൻ്റായിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കുന്നവനും വാങ്ങുന്നവനും അത് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ രണ്ടുപേർക്കും ബർക്കത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഫീൽഡ് വെച്ചിട്ട് ഇത് നോക്കി. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്, ഞാൻ കൺസ്ട്രക്ഷൻ ആർക്കിടെക്റ്റ് ഫേമാണ്, ഡിമോറ ആർക്കിടെക്ട്സ് എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. അതുപോലെ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നത്,
ഇത് സത്യസന്ധമായി ക്ലിയർ ആയിട്ട് എഗ്രിമെൻ്റ് മുഴുവൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ബർക്കത്താണെന്നതാണ്. ഞാനും ബർക്കത്താവുന്നു. ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒരു വീടാണ്, അത് അവർക്ക് ബർക്കത്താക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലുത് എന്താണ്? ഈ ബാക്കിയുള്ള ഓരോരുത്തരും ഓരോന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ നോക്കി നോക്കുക. നമുക്ക് കിട്ടുന്നത് പൈസ കൊണ്ടുള്ള ബർക്കത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ബർക്കത്താവുക എന്ന് പറയുന്നത് ഇതൊക്കെ ബർക്കത്താവുക എന്നുള്ളതിന് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ അള്ളാഹു റെഡിയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് ഇൻസാൻ. അതുകൊണ്ട് ഒന്നും ഭയപ്പെടണ്ട. ലാ തഹസ്സൻ, ഏതവസ്ഥയിലും ഒന്നും ഭയക്കണ്ട. ഇന്നല്ലാഹ മഅന, അല്ലാഹ് കൂടെയുണ്ട്. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകവേ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഞങ്ങളൊരു കൂട്ടുകാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാണ് ഇവിടെ. ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിച്ച് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സന്നദ്ധരായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കൂട്ടുകാരിൽ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ എത്തിക്കുക. ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ഖജനാവിൻ്റെ വലുപ്പത്തെ പറ്റിയിട്ട് നമ്മൾ ഒന്നും വേവലാതിപ്പെടേണ്ട. എല്ലാവർക്കും എത്ര കൊടുത്താലും മതിയാവാത്ത ഖജനാവാണ് അള്ളാഹിൻ്റെ. സോ ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.